നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബസിലിക്ക വിശ്വാസികളുടെ കുരിശ് യുദ്ധം. അങ്ങനെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശ്വാസികൾ. എറണാകുളം രൂപതയിലെ കരുത്തരായ സഭാവിശ്വാസികൾ സാത്താൻ ബാധിതർക്കെതിരെ, സാത്താൻ ശക്തികൾക്കെതിരെ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. നമ്മൾക്കറിയാം, പഴയ നൂറ്റാണ്ടിൽ കത്തോലിക്ക വിശ്വാസത്തിന് വേണ്ടി കുരിശ് യുദ്ധം നടത്തിയ ധീര പോരാളികളെ പോലെ ബസിലിക്ക വിശ്വാസികളുടെ കുരിശ് യുദ്ധമാണ് ഇന്നലെ മുതൽ ബസിലിക്കയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മെത്രാന്മാരെക്കാൾ ഭേദം നിയമപാലകരാണെന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകും. മെത്രാന്മാർ പോലും കത്തോലിക്ക വിശ്വാസത്തിൽ, സീറോ മലബാർ സഭയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്ത സമയത്ത് നിയമപാലകർ പോലും ചോദിക്കുന്നു, നിങ്ങളുടെ ബലിയർപ്പണം ഇതാണോ എന്ന് അവരെ കൊണ്ട് പോലും ചോദിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഹൈക്കോടതികളെ കൊണ്ട് പോലും ചോദിപ്പിക്കുവാനുള്ള വഴി തുറക്കുന്നത് ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ നേതൃത്വമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർ പാംപ്ലാനിയും മാർ തട്ടിലുമാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഇവിടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം ബസിലിക്കയിൽ വൈക്കത്ത് പറമ്പനും മാങ്ങാടനും കൂടി കാണിച്ചു കൂട്ടുന്ന പൈശാചിക നൃത്ത പരിപാടികൾ, അല്ലെങ്കിൽ പിശാചിന്റെ ഭാഗത്തേക്കുള്ള പരിപാടികൾ, പിശാചിനെ ബോധ്യപ്പെടുത്തുവാനുള്ള പരിപാടികൾ, സഭാവിരുദ്ധമായിട്ടുള്ള പരിപാടികൾ, വിശ്വാസികളുടെ അല്പസ്വല്പം ഉണ്ടായിരുന്ന വിശ്വാസത്തെ പോലും തകർക്കുവാൻ ഉതകുന്നതാണ്. സമവായ ഫോർമുല എന്ന നിലയിൽ വത്തിക്കാനെതിരായിട്ട്, മാർപ്പാപ്പയ്ക്കെതിരായിട്ട് പാംപ്ലാനി തട്ടിക്കൂട്ടിയ സമവായം എന്ന പേരിൽ ബസിലിക്കയിൽ വിമതർ അരങ്ങേറുന്ന സഭാവിരുദ്ധമായിട്ടുള്ള, സഭ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ജനാഭിമുഖ നാടക കുർബാന നടത്തുവാൻ മാങ്ങാടനും വൈക്കത്ത് പറമ്പനും കോപ്പ് കൂട്ടുമ്പോൾ ഇവർ സഭയോടൊപ്പമാണോ ഇല്ലയോ എന്നറിയുവാൻ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ മാത്രം കണ്ടാൽ മതി. ഇവിടെ സഭ നിഷ്കർഷിച്ച പരിശുദ്ധ ബലിയർപ്പണം, പ്രത്യേകിച്ച് ബസിലിക്കയിൽ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം മാത്രമേ അർപ്പിക്കാവൂ എന്ന് മാർപ്പാപ്പയുടെ സീറോ മലബാർ സഭാ സിനഡിന്റെ ഉത്തരവ് നിലനിൽക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വിശ്വാസികൾ നേടിയെടുത്ത കോർട്ട് ഓർഡറിൽ പ്രത്യേകം പറയുന്നു, സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം മാത്രമേ ബസിലിക്കയിൽ നടക്കാവൂ. ഇതിനെതിരായിട്ട് കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി എറണാകുളത്തുള്ള വൈദിക ലോഹത്തൊഴിലാളികൾ കള്ളപ്രമാണത്തിന്റെ ആശാന്മാരാണെന്ന് ഇതിനു മുമ്പ് തന്നെ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. ഏതായാലും വൈക്കത്ത് പറമ്പനും മറ്റുള്ള കൂട്ടാളികളും കൂടി ബസിലിക്കയിൽ നടമാടുന്ന അഴിഞ്ഞാട്ടത്തിനെതിരെ വിശ്വാസികളുടെ കുരിശ് യുദ്ധമാണിപ്പോൾ ഇന്നലെ മുതൽ എറണാകുളം ബസിലിക്കയിൽ നടക്കുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ വൈക്കത്ത് പറമ്പൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇവിടെ എറണാകുളം ബസിലിക്ക വിശ്വാസികളല്ല, പുറത്തു നിന്നുള്ളവരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വൈക്കത്ത് പറമ്പനോട് ഒരു ചോദ്യം, വൈക്കത്ത് പറമ്പ, താൻ എറണാകുളം ബസിലിക്ക ഇടവക നിവാസിയാണോ, അല്ലെങ്കിൽ താൻ ഈ പറയുന്ന മെത്രാന്മാർ എറണാകുളം ബസിലിക്ക നിവാസികളാണോ? അപ്പോൾ കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളിൽ അതാത് ഇടവക അംഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതേത് കാനോൻ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് സിനഡിന്റെ ഏത് ഉത്തരവിലാണുള്ളത്? ഇത് വത്തിക്കാന്റെ ഏത് ഉത്തരവിലാണുള്ളതെന്ന് ഇത്തരം വൈക്കത്ത് പറമ്പന്മാർ പറയണം. ഇവിടെ കത്തോലിക്ക സഭയുടെ ഏത് ദേവാലയത്തിലും ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും വന്ന് ആരാധന അർപ്പിച്ചിട്ട് പോകുന്ന, കർത്താവിനെ ആരാധിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്ന കത്തോലിക്ക ദേവാലയങ്ങളെ ഇത്ര ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് അളക്കുന്ന വൈക്കത്ത് പറമ്പനെയൊക്കെ കത്തോലിക്ക സഭയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിന് സീറോ മലബാർ സഭാ സിനഡ് നേതൃത്വം കൊടുത്തില്ലെങ്കിൽ, അവർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ വത്തിക്കാൻ തന്നെ നേരിട്ട് നടപടികൾ ആരംഭിക്കണമെന്നുള്ളതാണ് വിശ്വാസികളുടെ ആവശ്യം. ഇത്തരം പൈശാചിക ഛിദ്രശക്തികളെ സീറോ മലബാർ സഭയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുവാൻ സഭാ നേതൃത്വം മുൻപോട്ട് വരണം.
ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ രാത്രി മുതൽ നൂറുകണക്കിന് വിശ്വാസികൾ എറണാകുളം ബസിലിക്കയിൽ അവരുടെ വിശ്വാസത്തിന് വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിയമപാലകർ വന്ന് സത്യത്തിനൊപ്പം നിൽക്കണം, നിയമത്തിനൊപ്പം നിൽക്കണമെന്ന് വൈക്കത്ത് പറമ്പനോട് പറയുമ്പോൾ വൈക്കത്ത് പറമ്പൻ നിയമപാലകരോട് പറയുന്നത്, എന്നാ പിന്നെ എന്നെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കൂ എന്നാണ് വൈക്കത്ത് പറമ്പനോട് വിശ്വാസികൾക്ക് പറയുവാനുള്ളത്. വൈക്കത്ത് പറമ്പ, തന്നെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കേണ്ടി വരും. തനിക്കൊരു ചുക്കും അറിയത്തില്ല, തനിക്ക് പരിശുദ്ധ ബലിയർപ്പണം എന്താണെന്ന് അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ താൻ സാത്താൻ ബലിയർപ്പണത്തിന് കൂട്ടുനിൽക്കത്തില്ലായിരുന്നു. കുറഞ്ഞത് ഒരു 12 വർഷം കൂടെ പോയി നല്ല സെമിനാരികളിൽ പോയി പഠിച്ചിട്ട് വാ വൈക്കത്ത് പറമ്പ എന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്. ഇത്തരം പൈശാചിക ക്ഷിദ്രശക്തികളെ സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് സീറോ മലബാർ സഭയെ ശുദ്ധീകരിക്കുവാൻ എറണാകുളത്തുള്ള വിശ്വാസികൾ മുന്നോട്ട് വരുമ്പോൾ സഭാ സിനഡ് മുന്നോട്ട് വരണം. ഇപ്പോൾ എറണാകുളത്ത് ബസിലിക്കകത്ത് കുരിശുയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, ശാന്തമായിട്ട് കുരിശുയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, സമാധാനപരമായിട്ട് കുരിശുയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് വിശ്വാസികൾ തന്നെയല്ല ചെല്ലേണ്ടത്. സീറോ മലബാർ സഭയുടെ സിനഡിലെ മെത്രാന്മാർ മുഴുവനും എറണാകുളം ബസിലിക്കയിലെത്തി അവിടെ വിശ്വാസത്തിന് വേണ്ടി കുരിശുയുദ്ധം നടത്തുന്ന, സമാധാനപരമായിട്ട് കർത്താവിന്റെ വഴിയിലൂടെ യുദ്ധം നടത്തുന്ന, സമാധാന യുദ്ധം നടത്തുന്ന വിശ്വാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ മുഴുവൻ സിനഡിലെ മെത്രാന്മാരും എത്രയും വേഗം എറണാകുളം ബസിലിക്കയിൽ എത്തിച്ചേർന്ന് വിശ്വാസികൾക്കൊപ്പം നിൽക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന വൈദികര്, സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാര്, നിങ്ങളുടെ ആവശ്യമാണ് ഇന്നത്തെ കാലത്തെ ഈ കുരിശ് യുദ്ധത്തെ, ബസിലിക്ക വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണ യുദ്ധത്തെ വിജയിപ്പിക്കേണ്ട കടമ, മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തേണ്ട കടമ സീറോ മലബാർ സഭയിലെ സിനഡിലെ ഓരോ മെത്രാന്മാർക്കും ഉണ്ട് എന്നുള്ള നഗ്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ സിനഡിലെ മെത്രാന്മാർ ഇനിയെങ്കിലും ഉറക്കം വിട്ടുണരുക. നിങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ദിവസം എറണാകുളം ബസിലിക്കയിൽ ഒരു സമൂഹ ബലി അർപ്പിക്ക്. അങ്ങനെ ഞങ്ങൾ സഭയോടൊപ്പമാണ്, ഞങ്ങൾ മാർപ്പാപ്പയോടൊപ്പമാണ്, ഞങ്ങൾ വത്തിക്കാനോടൊപ്പമാണ്, ഞങ്ങൾ സീറോ മലബാർ സഭയുടെ വിശ്വാസികൾക്കൊപ്പമാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് ഇന്നത്തെ ദിവസം. ഇപ്പോൾ കുരിശ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഭയുടെ മക്കളായ ശക്തരായ എറണാകുളം ബസിലിക്ക ഇടവകങ്ങൾക്ക് സർവവിധ ആശംസകളും നേരുന്നു, അവർക്ക് വിജയാശംസകൾ നേരുന്നു, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. വിശ്വാസികൾ ഈ കുരിശ് യുദ്ധത്തിന്, സാത്താനെതിരായിട്ടുള്ള യുദ്ധത്തിന്, തെറ്റിനെതിരായിട്ടുള്ള യുദ്ധത്തിന് വിശ്വാസികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ മെത്രാന്മാരായ നിങ്ങൾ എല്ലാവരും ബസിലിക്കയിൽ എത്തിച്ചേർന്ന് അവിടെ പരിശുദ്ധ ബലിയർപ്പണം നടത്തി ഇത്തരം മാങ്ങാടന്മാരെയും ഇത്തരം വൈക്കത്ത് പറമ്പന്മാരെയും സഭയിൽ നിന്ന് അടിച്ചു പുറത്താക്കുവാൻ നിങ്ങൾക്ക് കർത്താവ് ശക്തി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും ഈ വൈക്കത്ത് പറമ്പൻ പറഞ്ഞുകൂട്ടുന്ന അബദ്ധജടിലമായ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കേൾക്കാം. വിശ്വാസികളുടെ ഐക്യദാർഢ്യം എന്താണെന്ന് നമ്മൾ കാണാം. എറണാകുളത്തെ വിശ്വാസികൾക്ക് കർത്താവിന്റെ അനുഗ്രഹം പ്രത്യേകമായി ഉണ്ടാകട്ടെ. സത്യത്തിന്റെ വഴിയിലൂടെയുള്ള നിങ്ങളുടെ പാത ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് സീറോ മലബാർ സഭയിൽ വത്തിക്കാൻ ഇടപെടുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, സീറോ മലബാർ സഭയിൽ വത്തിക്കാൻ ഇടപെടുന്നു. എറണാകുളം ബസിലിക്കയിലെ കുരിശ് യുദ്ധത്തെ പറ്റി വത്തിക്കാനിൽ വരെ വാർത്തകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. സീറോ മലബാർ സഭയിലെ വത്തിക്കാന്റെ ഇടപെടൽ അനുസരിച്ച് മാർ തട്ടിലിനെയും മാർ പാംപ്ലാനിയെയും വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ അവർക്ക് വടിയും തൊപ്പിയും നഷ്ടപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണാം. സീറോ മലബാർ സഭയിലെ 55 ലക്ഷം വിശ്വാസികളും പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത് വത്തിക്കാൻ പാംപ്ലാനിയെയും തട്ടിലിനെയും സഭയിൽ നിന്ന് പുറത്താക്കുക എന്ന് മാത്രമാണ്. ഇനിയെങ്കിലും സിനഡിന്റെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓർഡറിന് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഇല്ലതാണ് ഞാനോട് പറയുന്നത്. എനിക്ക് പറയാനുള്ള ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അച്ഛനോട് കേട്ടോളൂ. നമുക്ക് പറയാനുള്ള ഭാഗം പള്ളി തുറന്നിടാൻ അവരോട് പറയാം, നമുക്ക് ന്യായമായിട്ട് പറയാം.
എക്സെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പള്ളിക്ക് ഒരു പ്രാർത്ഥിക്കുക, പക്ഷേ കുർബാന ചെല്ലരുതെന്ന് ഞാൻ നിയമപരമായി പറയുന്നതല്ല. ഞാൻ പറഞ്ഞ പ്രശ്നം സംഘർഷം ഒഴിവാക്കാനായിട്ട് പറയുന്നത്. സാറേ, നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തിരിക്കുന്നതും ഈ ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും കോടതി ഇങ്ങനെ ഞങ്ങളോട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കുർബാന ചെല്ലരുതെന്നുള്ള പ്രൊഹിബിഷൻ ഞങ്ങൾ തന്നിട്ടുണ്ടാകുന്ന കെട്ടി പറഞ്ഞതുകൊണ്ടാണ്. തർക്കം എന്താണെന്നറിയോ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഇത്രമാത്രമുള്ള സംഘർഷം നിലനിൽക്കുന്ന സംഘർഷങ്ങളല്ല പ്രശ്നമുള്ള സാഹചര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങളും സ്പെസിഫിക്കായിട്ട് തന്നെ അത് നമ്മുടെ തന്നെ പറയണം. കുർബാന ചെല്ലാനായിട്ട് അതല്ലായെങ്കിൽ നമ്മൾ സ്പെസിഫിക്കായിട്ട് പറയാം. ഇവിടെ ബെസിലിക്ക് പിന്നെ ഇനി ആൾക്കാർ ഇതൊരു പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നിട്ടുള്ള ഗവൺമെന്റ് ഓർഡറിനകത്തിരിക്കുന്ന ആൾക്കാരാണ് നേരത്തെ വരെയിരിക്കുന്നത്. ഹൈക്കോടതി ഓർഡറില്ല, നോട്ടീസ് ഇഷ്യൂ ചെയ്തവര്. അല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഈ പ്രൊട്ടക്ഷനെതിരായിട്ടെന്ന് പറയണത് സ്വാഭാവികമായിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരാണ് അതിനകത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടവക്കാരല്ലാത്തവരാണ് കൂടുതൽ പേര് അതിനകത്ത്. അത് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്. കാരണം ഈ ഇടവകക്കാരുടെ ഒരു അവകാശമല്ലേ ഇത്. അതൊക്കെ ഗേറ്റ് പോയിട്ട് പള്ളിയിൽ ആളെ ഇടവക്കാരുടെ ഇഷ്ടം കൊടുത്ത് ഇവിടെ വാദത്തിൽ ആളെ നിർത്തി ഇടവക്കാരെ മാത്രം ആളെ നിർത്തുന്നു. അല്ല നമുക്കൊന്നും പോലീസിന്റെ പണിയല്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഏത് ഇടവക്കാരാണ്? പാറ ഇടവക്കാരാണോ തിരുവനന്തപുരം ഇടവക്കാരാണോ? അറിയാവുന്ന ഒരാളെ അച്ഛൻ പോസ്റ്റ് ചെയ്തിട്ട് ഗേറ്റ് പോസ്റ്റ് ചെയ്തിട്ട് ഇടവക്കാരുടെ ലിസ്റ്റ് കൊടുത്ത് ടിക്ക് ചെയ്ത് കയറ്റി വിടണം. വോട്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നവർ തന്നെ ചെയ്യണം. ഞാൻ എഴുതിത്തരാണ്ട് കാര്യങ്ങളൊന്നും ഞങ്ങളും ഈ ജനത്തിന് ഇവിടെ നിൽക്കുന്ന അതാ ഞാൻ പറഞ്ഞത് മാറിയിക്കാൻ സാർ ഈ പറഞ്ഞ കാര്യം എനിക്കൊന്ന് എഴുതി തന്നെ നീതിപൂർവ്വം കാര്യങ്ങൾ ശരിയാവണേ. രാത്രിയിൽ അലമുണ്ടാക്കാനാണ് കുർബാനയെല്ലാം മരത്തില്ലല്ലോ. കുർബാന സമാധാനത്തോടെ ചെല്ലേണ്ട കാര്യം അല്ല. പറഞ്ഞിട്ടുള്ളത് അവിടെ പറഞ്ഞേക്കുന്നതാണ്. അവിടെ വെച്ചിട്ട് ഇതിനകത്ത് പറയുന്നത് ഇൻക്ലൂഡിംഗ് ദ ഓർഡർ ഇൻ notice in this court that there is no order against the petitioners here in Ayera. ഇല്ലാത്തൊരു കാര്യത്തിന് അവർ വെറുതെ പറയണേ. അവര് വാദിച്ച് കോടതിയിൽ വാദിച്ച് വീട്ടിൽ കാര്യം വാക്കാ ഞാൻ പറഞ്ഞത്. വിക്ടറി ഓർഡർ ഇല്ല. പക്ഷെ കുർബാനയ്ക്ക് ഇതിന് വിക്ടറി ഓർഡർ ഇല്ല. അതൊരു ലെറ്റർ പാസ് ചെയ്താണ്. സാറേ, അത് കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അത് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് പറയണ്ട. എന്ത് പ്രൊഹിബിറ്റഡ് ഓർഡർ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇതോണം മനസ്സിലാക്കുക. എനിക്ക് ഇത് വ്യാഖ്യാനിച്ച് എനിക്ക് ഇത് വ്യാഖ്യാനിച്ച് കാരണം ഞാൻ കാണുമ്പോൾ കോൺട്രാഡിക്ഷൻ ഉണ്ട്. ഈ രണ്ട് വിധി നമുക്ക് എല്ലാം കൂടി വ്യാഖ്യാനിച്ച് ഇതിന്റെ മീനിങ് ഇതാണ്, നിങ്ങൾ കുർബാന ചേർന്ന് നിങ്ങൾ പറയണം എന്ന് പറയാനുള്ളത് എനിക്ക് ഞങ്ങൾക്ക് പോലീസിന് പറയാനുള്ള ഭാഗത്ത് വാതിലെല്ലാം തുറന്നിടണം, നിങ്ങൾക്കും അകത്ത് കയറാം, കുർബാന എല്ലാം പാടില്ല. അതാണ് അതെനിക്ക് മാന്യമായിട്ട് കാരണം പ്രശ്നം ഉണ്ടാകാൻ നോക്കണമല്ലോ, ലോകാന്റെ ഇഷ്യൂ ഉണ്ടാകാൻ നോക്കണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആർക്കും പരാതി ഉണ്ടായി. ഇതൊക്കെ പരാതി ഇല്ലെങ്കിൽ എല്ലാം നടന്നു പോകോളും. അങ്ങനെ എന്നെ കുർബാനയിൽ പഠിപ്പിക്കണം. ഞാനീ 10 വർഷം പഠിച്ചിട്ട് സാറിന്റെ ഉദ്യോഗം ഞങ്ങൾ സാറിന്റെ ഉദ്യോഗം പഠിപ്പിക്കട്ടെ. ഇത് ഫെയറല്ല സാറേ, ഇത് ഫെയറല്ല. നിങ്ങൾ ഈ കാലത്ത് ഫെയറല്ല ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക്
അവർക്ക് മാത്രം മനസ്സിലാകുന്നില്ല. മനസ്സിലാവുന്നുണ്ട്. ഇംഗ്ലീഷ് പോലീസ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.